ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രമ്യ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആ ഫോട്ടോ ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണോന്ന്. രാജു അതും കൂടി എടുത്ത് അങ്ങോട്ട് വെക്കേ. മതി നിന്ന് ഡയലോഗ് അടിച്ച് കുറെ നേരെ പറയുന്ന കേക്ക്. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഹൃദയ മാഡം? കഴിഞ്ഞു അങ്കിൾ. അപ്പൊ എല്ലാം ആയല്ലോ. ഇനി നമുക്ക് വിളക്കെത്തിക്കാം. ഇനി ഐശ്വര്യമായിട്ട് മീരാ മാഡം തന്നെ വിളക്കെത്തിക്കും. അയ്യോ ഞാനോ? ഇനി ഇവര് വിളക്ക് കത്തിക്കാത്തൊരു കുറവും കൂടിയേ ഉള്ളൂ. എന്നേക്കാളും യോഗ്യതയുള്ള വേറൊരാൾ ഇവിടെ നിൽക്കുമല്ലേ. ഇനി എന്നെയാണോ അവരുദ്ദേശിച്ചത്? അതിന് വഴിയില്ല. ഹൃദയ മോളെയാണോ മാഡം ഉദ്ദേശിച്ചത്? അതെ, ഈ വീട്ടിലെ വിളക്ക് കത്തിക്കാൻ എന്നേക്കാളും യോഗ്യത ഋതിക മോൾക്ക. ഓ, അവളുടെ ഒരു യോഗ്യത. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഹൃതിക മോളും മാഡവും ചേർന്ന് ഒരുമിച്ച് കത്തിക്കണം. അതാ അതിന്റെ ഒരു ശരി. അതെ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കത്തിക്കേ, നല്ല ഐശ്വര്യായിരിക്കും. ഹൃതിക മോളെ, വിളക്ക് കത്തിക്കുമ്പോ മനസ്സിൽ അച്ഛനെയും അമ്മയെയും ഓർത്ത് വേണം കത്തിക്കാൻ. എന്താ മാഡം പെട്ടെന്ന് മുഖത്തൊരു വിഷമം? അങ്ങളെ, അച്ഛനെ ഓർക്കാൻ എനിക്കൊരു മുഖമുണ്ട്. പക്ഷെ അമ്മയെ ഓർക്കാൻ എനിക്കൊരു മുഖോ ശബ്ദോ ഒന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ എങ്ങനെ ഓർക്കും? അങ്കിള് തന്നെ പറയും. മാഡം വിഷമിക്കണ്ട. മാഡം ഈ മീരാ മാഡത്തെ കണ്ടോ? ഇതുപോലെ ഇരിക്കും മാഡത്തിന്റെ അമ്മ. മോൾക്കെന്താ ഇപ്പോഴും അമ്മയുടെ ദേഷ്യമാണോ? അമ്മയോട് എനിക്ക് ദേഷ്യമാണോ പിണക്കാണോ എന്ത് വികാരമാണോ ഉള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആന്റി. മാഡം വിഷമിക്കണ്ട. ഞാനൊരു നിർദ്ദേശം പറയാം. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ചേർന്ന് വിളക്ക് കത്തിക്കണം. അതായി ശരി. ഇവിടെ അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഐശ്വര്യമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വേസ്റ്റ്. അതെടുക്ക്. കത്തിക്കും മോളെ. വാങ്ങിക്കേ. ഇവിടെ എന്തൊക്കെ നാടകങ്ങൾ അരങ്ങേറുന്നത്. ഈ മീരാ മേഡത്തിന്റെ വരവത്ര സുഖകരമല്ല. എന്തായാലും എനിക്കിതൊരു പുതിയ പണിയായി. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഓ, ഒന്ന് പെട്ടെന്ന് എടുക്കാം അംബിക മേഡം. എന്താ രമ്യേ? അതെ അംബിക മേഡം, രാജുവിന്റെ വീട്ടിലെ ഒരു പൂജ നടക്കുക. അതിനെന്താ, നടക്കട്ടെ. അത്
അതല്ല, ഒന്ന് പറയട്ടെ മാഡം. ഇതൊരു സീരിയസ് മാറ്ററാ. ആ നീ പറയും. മാഡം, രാജുവിന്റെ വീട്ടിലെ മീര എന്ന പേരുള്ള പുതിയ ഒരു അവതാരം ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. മീരയോ? അതാരാ? എനിക്കറിയില്ല. പണ്ട് ഇവിടുത്തെ വേണുവെങ്കിലേ ആ മീര മാഡത്തിന്റെ വീട്ടില് ഡ്രൈവറായിരുന്നു എന്നൊക്കെയാ പറയുന്നേ. ആ സത്യാണോന്ന് എനിക്കറിയില്ല. അവരവിടെ വന്നിട്ട് അവരവിടത്തെ ഒരു അംഗത്തെ പോലെയാ പെരുമാറുന്നേ. എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായം പറച്ചിലും. അവര് പറയുന്നത് അനുസരിക്കാൻ ദേ ഇവിടെ ഉള്ളവരും. ഞാൻ ഈ സാധനത്തിന് ആദ്യമായിട്ടാ കാണുന്നേ. നീ ഒന്ന് പോരമ്മീ. അവിടെ ആര് വന്നാലും നിനക്ക് അസൂയം കുശുമ്പോ ഒക്കെ പതിവുള്ളതാണല്ലോ. ഓ എന്റെ പൊന്നംബിക മാഡം, ഇതങ്ങനെയല്ല. അവരിവിടെ വന്നിട്ടേ എല്ലാത്തിലും ഓവറായിട്ടാ പെരുമാറുന്നേ. ഋതികയോടെ എന്തോ പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുപോലെ. എപ്പോഴും ഋതികയെ ചുറ്റിപ്പറ്റി അങ്ങ് നിൽക്കുക. ഋതികയെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുക. ആകെ ഒരു വശപ്പശക. അതാരാ അങ്ങനെ ഒരാള്? അല്ല, പേരെന്താ പറഞ്ഞേ? മീരയെന്നോ മീര നമ്പ്യാരെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പേര് മുൻപ് കേട്ടിട്ടില്ലല്ലോ. അതാരാണെന്ന് അറിയണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? ഞാനേ ഒരു വഴി പറഞ്ഞുതരാം. അവരറിയാതെ അവരുടെ ഫോട്ടോ എടുത്ത് ഞാൻ മാഡത്തിന് അയച്ചു തരാം. ആ നീ അയക്ക്. ഞാനൊന്ന് നോക്കട്ടെ അതാരാണെന്ന്. ശരി മാഡം, ഞാനുടനെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം. എന്താ അമ്മേ പ്രശ്നം? ആ രാജുവിന്റെ വീട്ടില് രമ്യക്ക് പരിചയമില്ലാത്ത ഒരാള് വന്നു. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ വരട്ടടാ. അവരാ വീട്ടിൽ വന്ന് അമിത സ്വാതന്ത്ര്യം കാണിക്കുകയും ഋതികയുമായി വലിയ അടുപ്പം കാണിക്കുകയൊക്കെ ചെയ്യുന്നെന്നാ രമ്യ പറഞ്ഞത്. അപ്പോ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ? തീർച്ചയായും അന്വേഷിക്കണം അമ്മേ. നമ്മള് രാജുവിനും അവന്റെ വീട്ടുകാർക്കും എതിരെ കെണിയൊരുക്കുമ്പോ അവരും വെറുതെ ഇരിക്കില്ല. ആ രാജുവിനെ കോഞ്ഞ ബുദ്ധിയാ. അവൻ അത് ഉപയോഗിച്ചാണല്ലോ അമ്മ അവനെ മയക്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതാരാണെന്ന് എത്രയും പെട്ടെന്ന് അറിയണമേ. നീ അല്പം ക്ഷമിക്ക. രമ്യ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആ ഫോട്ടോ ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണോന്ന്.